നമസ്കാരം. താരസംഘടനയായ അമ്മയിൽ അരങ്ങേറിയ നാടകീയമായ രാജിക്കും ഭരണസമിതിയുടെ പിരിച്ചുവിടലിനും പിന്നിൽ മോഹൻലാലിന്റെ കർശന നിലപാടുകൾ. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്വേതാ മേനോന്റെ നേതൃത്വം അപര്യാപ്തമാണെന്ന് മോഹൻലാൽ തന്നെ തിരിച്ചറിഞ്ഞതോടെയാണ് മാറ്റങ്ങൾ വേഗത്തിലായത്. തന്റെ നിലപാട് മമ്മൂട്ടിയെ മോഹൻലാൽ ധരിപ്പിച്ചു. ലാലിന് എല്ലാ പിന്തുണയും മമ്മൂട്ടിയും ഉറപ്പു നൽകി. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിന് ഫോർമുലയായത്. അങ്ങനെയാണ് രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് എത്തിയത്. അൻസിബിയെ പോലുള്ളവർ പരാതിയുമായി എത്തിയപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേത സ്വീകരിച്ച നിസ്സംഗതയും മറുപടികളും സംഘടനയ്ക്ക് വലിയ അപമതിപ്പുണ്ടാക്കിയെന്ന് ലാൽ അടക്കമുള്ളവർ വിലയിരുത്തുന്നു. ട്രഷററെ അവധിയിൽ വിട്ട ശ്വേതയുടെ നടപടിയെ ആനമണ്ടത്തരം എന്നാണ് മുതിർന്ന താരം ജഗദീഷ് വിശേഷിപ്പിച്ചത്. ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം വൈകാരിക തീരുമാനങ്ങൾ സംഘടനയെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേടിലാക്കി. പഴയതുപോലെ നേതൃത്വം പറയുന്നത് അനുസരിച്ചു മിണ്ടാതിരിക്കുന്നവരല്ല ഇന്നത്തെ അംഗങ്ങളെന്നും ചോദിക്കേണ്ടത് ചോദിക്കുമെന്നും ജഗദീഷ് തുറന്നടിച്ചു. കുറ്റാരോപിതർ സംഘടനയെ നയിക്കാൻ പാടില്ലെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ രമേശ് പിഷാരടിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ലഭിച്ച വൻ സ്വീകാര്യതയും കയ്യടിയും സംഘടനയിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. വിവാദങ്ങളിൽ പക്ഷം പിടിക്കാത്ത, എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനകീയ മുഖത്തെയാണ് സംഘടനയ്ക്ക് ഇപ്പോൾ ആവശ്യം. സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിഷാരടിയെപ്പോലൊരു താരത്തിന്റെ നേതൃത്വം ഗുണകരമാകുമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും വിശ്വസിക്കുന്നു. അതേസമയം മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് നേരിട്ട് വരണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും അദ്ദേഹം അതിന് തയ്യാറല്ലെന്നാണ് റിപ്പോർട്ടുകൾ. പകരം പരേതനായ ഇന്നസെന്റിനെ പോലെ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള മുതിർന്ന താരങ്ങളെ നേതൃത്വത്തിലെത്തിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി ബാലചന്ദ്ര മേനോനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം പ്രമുഖ നടന്മാർക്കിടയിൽ ശക്തമാണ്. താരസംഘടനയിലെ പുതിയ സംഭവ വികാസങ്ങൾ സൂപ്പർ താരങ്ങളുടെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിക്കുമോ എന്നതാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. സംഘടനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും അച്ചടക്കം കൊണ്ടുവരാനും വമ്പന്മാരുടെ ഇടപെടൽ അനിവാര്യമാണെന്ന ചിന്തയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. ഏതായാലും വിവാദങ്ങൾക്കൊടുവിൽ ഒരു പുതിയ നേതൃത്വത്തിലേക്കുള്ള പാതയിലാണ് അമ്മ. താരസംഘടനയായ അമ്മയിലെ ആഭ്യന്തര കലഹം പരസ്യമായ പോർവിളിയിലേക്കാണ്. അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ ആരോപണങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയത് നടൻ ബാബുരാജാണ്. സ്ത്രീകൾക്ക് തന്നെ ഉപദ്രവമായ കമ്മിറ്റിയായിരുന്നു ശ്വേതയുടെന്ന് ബാബുരാജ് ആരോപിക്കുന്നു. എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുകയായിരുന്നുവെന്നും സംഘടനയുടെ ജനറൽ ബോഡിക്ക് ശേഷം ബാബുരാജ് പറഞ്ഞു. 67 ലക്ഷം രൂപയുടെ കണക്ക് സംഘടനയിൽ വെച്ചിട്ടില്ല. വാർഷിക റിപ്പോർട്ടിന് ഉത്തരവാദിത്തം ഏൽക്കില്ലെന്ന് ആ ഭരണസമിതിയിൽ ട്രഷറർ തന്നെ പറഞ്ഞു. കുറ്റാരോപിതരുടെ കൈകളിലേക്ക് സംഘടനയെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം ശരിയല്ല. അൻസിബ ഉൾപ്പെടെയുള്ളവരുടെ പരാതി കേൾക്കേണ്ടിയിരുന്നത് പ്രസിഡന്റായിരുന്ന ശ്വേതയായിരുന്നു. അന്ന് അൻസിബയെ പോലുള്ള സ്ത്രീകൾ പരാതിപ്പെട്ടപ്പോൾ അന്ന് സംഘടനയ്ക്കൊന്നും ചെയ്യാനാകില്ലെന്നായിരുന്നു ശ്വേത മറുപടി കൊടുത്തത്. അങ്ങനെ പ്രതികരിക്കുന്ന പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ സംഘടന മുന്നോട്ട് പോകും? താൻ ഭാഗമായിരുന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ കണക്കുകൾ കൃത്യമായി കൊടുത്തതാണെന്നും ബാബുരാജ് പറഞ്ഞു. ഞായറാഴ്ച കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ ചേർന്ന അമ്മ ജനറൽ ബോഡിയിൽ സംഘടനയുടെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ പിഴവുകളും അവ്യക്തതയും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ എന്നിവർ രംഗത്തെത്തുകയായിരുന്നു. കണക്കുകളിൽ സുതാര്യതയില്ലെന്ന വിമർശനം ഉയർന്നതോടെ റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചത്. ജനറൽ ബോഡിക്ക് ശേഷം പുറത്തിറങ്ങിയ ശ്വേതാ മേനോൻ അംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. പാവകളായില്ലെങ്കിൽ സംഘടന നടത്തിക്കൊണ്ടു പോകാനാകില്ലെന്നും പാവയാകാൻ താൻ തയ്യാറല്ലാത്തതിനാലുമാണ് രാജിവെക്കുന്നതെന്നും ശ്വേത മാധ്യമങ്ങളോട് പറഞ്ഞു.